സിനിമേന്റെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ്. ഇവിടെ ഇപ്പൊ മ്യൂസിക്കിന്റെ കമ്പോസിങ് നടന്നുകൊണ്ട് നിൽക്കുക. KGF വിളിച്ചതാ, ഞാൻ പോയിക്കില്ല ചങ്ങായി. ഇങ്ങൊക്കെ ഇങ്ങനെ പറയുന്നത് KGF ഒക്കെ ഒരു സിനിമയാണോ? അതിന്റെ ക്യാമറാമാനൊക്കെ എന്റെ കൈ കിട്ടിയിട്ട് അടിച്ചോ എന്റെ കരണ കുറ്റിയാൻ പൊളിച്ചോളൂ. എന്താ നമുക്ക് ഇവിടെ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഇതുപോലത്തെ ഒറ്റ നമുക്ക് ഇവിടെ കിട്ടൂടോ. പിന്നെ ഒരു സിനിമ വന്ന് ബാഹുബലി. ഇതുപോലെ ടെക്നിക്കൽ എററുള്ള ഒരു സിനിമ ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. അതിലെ മറ്റൊരു നായകനുണ്ടല്ലോ, പ്രഹ്ലാദൻ. അല്ല കുഞ്ഞുമോനെ, നമ്മളെ അതിലെ ബാഹുബലിയിലെ നായകന്റെ പേരുന്നേനു പ്രഭാസ്. അച്ഛൻ്റെ വരവ് തന്നെ ടെക്നിക്കൽ പ്രശ്നം. ബാഹുബലി ശരിക്കും മലയാളത്തിൽ എടുത്താൽ എങ്ങനെ? അല്ല, ബാഹുബലി സിനിമ മലയാളത്തിൽ എടുത്താൽ പൊളിക്കാനില്ലേ? എടോ, കൈൻ്റെ മുകളിൽ 1000 ചരടും മുട്ടറ്റം വരെയുള്ള ഒരു ട്രൗസറും വുഡ്ലാൻഡിന്റെ ഷൂ ഒന്നിട്ട് കഴിഞ്ഞാൽ ഈ ബാഹുബലി പോലത്തെ നല്ലൊരു സിനിമ എടുക്കാനായില്ല. അതിന് ക്രിയേറ്റിവിറ്റി വേണം, ക്രിയേറ്റിവിറ്റി. നിങ്ങൾ ബാഹുബലി സിനിമ എടുക്കണം. എങ്ങനെ? ബാഹുബലി സിനിമ എടുക്കണമെന്ന്. എടോ, ഞാൻ പണിയൊക്കെ ഒഴിവാക്കി ഒരാഴ്ച ടിക്കറ്റിന് വേണ്ടി നടന്ന്. ടിക്കറ്റ് കിട്ടിയില്ലടോ. ഫാമിലിന്റെ ഭയങ്കര തള്ളിച്ച. ഇനിയിപ്പോ TV വന്നാൽ കാണണം. പൊളി പടല്ലേ? നമ്മളിങ്ങനെ അതും ഇതും പറയാണ്ട് നമ്മളെ പണി നോക്കുക. ബാക്കി അയ്യോ, ഇതൊന്നും ഉച്ച വരാത്ത രാവിലെ ഉണ്ടല്ലോ. അയ്യോ, ഇതൊന്നും വലിച്ചില്ല. അതിൻ്റെ ഉള്ളിൽ കൊണ്ട് കൈ കുത്തി കഴിച്ച പിന്നെ ഇത് വർക്ക് ചെയ്യുമോ? എടോ, ഈ ഒരു വർക്ക് കഴിയുന്നതോട് കൂടി ഞാൻ മലയാള സിനിമയിലേക്ക് എടുത്ത് എറിയാൻ വേണ്ടി പോവാണ്. ഇനി ഒരു 20 ഉറുപ്പിയോട്ടെ, ചായ കുടിക്കേ. വിശന്നിട്ട് പാടില്ലടോ. മിസ്റ്റർ കടിയങ്ങാടൻ, ആരാത്? കഴിഞ്ഞ ആഴ്ച താനൊരു ഷോർട്ട് ഫിലിം നിർമ്മിച്ചില്ലേ, 5 മിനിറ്റ് ദൈർഘ്യമുള്ളത്? വെറുതെ ആയില്ലേ? 5 ലക്ഷം രൂപ വെറുതെ പ്രൊഡ്യൂസർമാരെ പറ്റിച്ചു. താനാണോ ഇവിടെ കിടന്ന് ക്രിയേറ്റിവിറ്റിയെ കുറിച്ച് ചിലയ്ക്കുന്നത്? നിങ്ങളെ അടുത്ത് ഞാൻ ഒരു 1000 വട്ടം പറഞ്ഞിട്ടുണ്ട് ഇമാതിരി വാക്കൻ്റെ അടുത്ത് പ്രയോഗിക്കരുത്. ഇവിടെ ദാസേട്ടനൊക്കെ ഉണ്ടായിപ്പോ ഇല്ലെങ്കിൽ ചപ്പ അടിച്ച് ഞാൻ തിരിച്ചു കളിയാനും. തന്നോടാരാണ് ഈ വാക്ക് മോശമാണെന്നും മ്ലേച്ഛമാണെന്നും ബോധ്യപ്പെടുത്തിയത്? മലയാള സിനിമാ ഗാനങ്ങളിൽ ധാരാളം ഈ പദപ്രയോഗം നടത്തിയിട്ടുണ്ട്. കിളി ചിലച്ചു, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ ആടെ കുത്തുന്നു ചിലക്കാണ്ട് ഇങ്ങോട്ട് ഇവിടെ വന്ന് കുത്തുന്നു ചിലക്കുന്നു. എന്തായി കാര്യങ്ങൾ? ഇതാ നടക്കുന്നത്, കമ്പോസിങ് നടന്നുകൊണ്ടിരിക്കുന്നു. വരികളൊക്കെ പൂർത്തിയായോ? വരികൾ എൻ്റെ തന്നെയാണല്ലോ. കമ്പോസിങ് ടൈറ്റ് ആയോ? കുട്ടിയുടെ പേരെന്താ? ഉമേഷ്. ഗാനഭൂഷൺ ആണോ? അതെ അതെ. ചെയ്തവരൊന്ന് കേൾക്കട്ടെ. ശരിയല്ല, വായിച്ചു വായിച്ചും രാഗം കല്യാണി. കല്യാണി വായിച്ചോ വായിച്ചോ. മൂത്തേടത്തിയെ തന്നെയല്ലോ ഉണ്ണിക്കെന്നും ഏറെ ഇഷ്ടം. ഇഷ്ടം ഇഷ്ടം ഇഷ്ടം. ഈ വരികൾ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. ഇത് ഏത് സിനിമയിലേക്കാ? എന്റെ സിനിമയിലേക്കല്ലേ. ആരെഴുതിയതാ? ഞാൻ എഴുതി, ഉറക്കൊഴിച്ച് എഴുതിയല്ലേ. വിശ്വസിക്കാൻ പറ്റുന്നില്ല. കളിക്കാണ്ട് ഇനി പോയിട്ട് ഒരു ചായ കുടിച്ചിട്ട് വേണ്ട. ഞാൻ ചായ എന്താ ഇത് കഥ? എന്തൊക്കെയാ അവസ്ഥ? കടിയങ്ങാടൻ തുടങ്ങിക്കോളൂ. നമുക്ക് പരിപാടി എന്ന് പറയുമ്പോൾ ഓഡിറ്റോറിയം ബുക്ക് ചെയ്യട്ടെ. നിർബന്ധമാണ്. ഇത്തരം പൊതുപരിപാടികളൊക്കെ നമ്മൾ വെക്കുന്ന സമയത്ത് ഒരു ഓഡിറ്റോറിയം നിർബന്ധമാണ്. ലൈറ്റ് ആൻഡ് സൗണ്ട് എന്ന് പറയുമ്പോൾ വലിയ പ്രേക്ഷകരെയാണ് നമ്മൾ വിളിക്കുന്നത്, വലിയ കുറേ ആളുകളെ. അപ്പോൾ നമുക്ക് വലിയൊരു ശബ്ദഘോഷങ്ങളുടെയും വെളിച്ചത്തിൻ്റെയും സാന്നിധ്യം അറിയിക്കേണ്ടതുണ്ട്. ഒരു 5000 ആളെങ്കിലും മിനിമം നമ്മൾ പ്രതീക്ഷിക്കണം. അങ്ങനെയാണെങ്കിൽ 5000 വാർഡ്സ് നിർബന്ധമാണ്. ഇനി വേണ്ടതെന്ന് വെച്ചാൽ പ്രധാനമായിട്ടും വേദിയിലിരിക്കാൻ മുഖ്യാതിഥികളായിട്ടൊരു 4 പേര് വേണം. 3 പേരെ നോക്കിയാൽ മതി. ഒന്ന് ഞാനുണ്ട്. അങ്ങനെയാണെങ്കിൽ 2 പേരെ നോക്കിയാൽ മതി. ഒന്ന് ഞാനുണ്ടല്ലോ. അപ്പോൾ ആ സെക്ഷൻ ഓക്കെ ആയി. അടുത്തത് തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ രജിസ്ട്രേഷന്റെ കാര്യം പുതുക്കണമെന്ന് പറഞ്ഞിട്ട്. ആ കാര്യത്തിനെ കുറിച്ച് നിങ്ങൾ ആരും സങ്കടപ്പെടേണ്ട. തിരുവനന്തപുരത്തെ വിളിച്ചിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത കാര്യം സാമ്പത്തിക ശാസ്ത്രമാണ്. ഫണ്ട് സ്വരൂപിച്ച് എങ്ങനെ ഈ പ്രോഗ്രാം മുമ്പോട്ട് കൊണ്ടുപോകാം എന്നുള്ളതിനെ കുറിച്ച് ഒരു ചർച്ച ആവശ്യമാണ്. അതിനെപ്പറ്റി ബേജാറാണ്ട്, അതിന് വേണ്ട ആളെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. സുരേഷ് വന്നല്ലോ, വാ. സുരേഷ്, ഇതാരാന്ന് മനസ്സിലായില്ലേ? ഇയാളെയോ? ഇയാൾ അറിയാത്തല്ലോ. ഇതാരാ മനുഷ്യ? എന്താ ഇയാളെ പരിപാടിയില്ലേ?
സിറ്റി ചാനലിൽ സ്ഥിരമായിട്ട് പരിപാടിയൊക്കെ ഉണ്ടാവലുണ്ട്. നിങ്ങൾ വാട്സപ്പിൽ അയച്ചു തന്ന അതൊക്കെ പരിപാടിയൊക്കെ കണ്ടു നിങ്ങളെ ഭയങ്കര സംഭവങ്ങള്. സാറിനറിയോ? ഇല്ല. നമ്മളെ ചെയർമാനാ, ജൂറി ചെയർമാൻ നസീർ സാറ്, സത്യൻ സാറ്, ജയൻ സാറ്, ഇവരൊക്കെ കാലം തൊട്ട് മുതൽ ശരിക്കും പറഞ്ഞാൽ ഇന്ന് മലയാളത്തിലുള്ള എല്ലാവരും ഒരു ഗുരുസ്ഥാനിയെ. സാറിന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കാൻ കഴിഞ്ഞാൽ എന്റെ ഭാഗ്യം. ആ കാലഘട്ടങ്ങളിൽ സിനിമകളിലെ ഗാനങ്ങൾ, തിരക്കഥ, ഇതിൻ്റെയൊക്കെ തെറ്റുകൾ തിരുത്തുക, പിന്നീട് എൻ്റെ വ്യക്തിത്വത്തിനെ ചോദ്യം ചെയ്യുന്ന സംശ്ലേഷണ രീതികൾ വന്നപ്പോൾ ഞാൻ ആ മേഖല തീർത്തും ബഹിഷ്കരിച്ചു. ഇനി ഏതൊക്കെയോ വലിയ വലിയ ചാനലൊക്കെ പരിപാടിയൊക്കെ ചെയ്തിട്ടില്ലേ? ഏതൊക്കെയാ ഒന്ന് സാറിന്റെ മുന്നിൽ അവതരിപ്പിച്ചു കൊടുക്കണോ? സാറേ, ഞാൻ സുരേഷ് ഗോപിന്റെ സൗണ്ട് ഒക്കെ എടുക്കും. സുരേഷ് ഗോപിനെ അറിയില്ല? സർഗവും കമലതളൊക്കെ സുരേഷ് ഗോപിന്റെ ഹിറ്റ് സിനിമകളല്ലേ? സർഗം ദർശിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ടോ ഈ മുഖം? സുരേഷ് ഗോപിന്റെ ഡയലോഗാണ് പേടിക്കട്ടെ. രചനയ്ക്ക് ഒരു അവാർഡ് കൊടുത്താലോ? രചനയ്ക്ക് അവാർഡ് കൊടുക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം ഇല്ലിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും ലെഫ്റ്റ് അടിച്ചു പോയ നിഷേധിയായുള്ള പെൺകുട്ടിയാണത്. ക്രൂരമായിട്ടുള്ള സമീപനമാണ് ആ കുട്ടിയുടെ. നിങ്ങളിങ്ങനെ ഷോക്കടിച്ച പോലെ കളിക്കണ്ടേക്ക് ഇവര് ചിത്ര എന്നൊക്കെ ഒരു അവാർഡ് കൊടുത്തൂടെ ഞാൻ ചോദിച്ചു. അത് കൊടുക്കാം. ഒപ്പം ഇല്ലിക്കൂട്ടം ഫിലിം സൊസൈറ്റിയുടെ പൊതുവേദിയിൽ ഈ കുട്ടിയുടെ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാനുള്ള അവസരം കൂടി കൊടുക്കാം. ഇല്ലിക്കൂട്ടം ഫിലിം സൊസൈറ്റിയുടെ പേരിൽ നടക്കുന്ന മെഗാ ഇവന്റിൽ ജനലക്ഷങ്ങളെ സാക്ഷി നിർത്തി സുപ്രസിദ്ധ സിനിമാ താരമാവാൻ പോകുന്ന അശോക് കുമാറിന്റെ വൺമാൻ ഷോയിലേക്ക് ജനലക്ഷങ്ങളെ സഹർഷം സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. സുരേഷേ, നിങ്ങൾ രണ്ടാൾ താഴെ പോയിട്ട് ഓരോ ചായയും പായപ്പൂരി കഴിച്ചോളി. സന്തോഷമല്ലേ? പിന്നെ നിങ്ങൾ നേരത്തെ ഇവിടുന്ന് പോയതിനോട് ഒരു ചായ ഒന്ന് വേഗം കൊണ്ടത്തിട്ട് പറ. കടിയങ്ങാടൻ, ഇനി ഈ അവാർഡ് ദാനം നമ്മൾ ആരുടെ പേരിൽ സമർപ്പിക്കും? ആ ഒരു പ്ലേ ആണ് അറിയേണ്ടത്. മൈക്കിൾ ജോൺസന്റെ പേര് കൊടുത്താലോ? അമേരിക്കയുടെ പാശ്ചാത്യ സംസ്കാരത്തിന്റെ ഒരു കടന്നുകയറ്റം അതിലുണ്ടാവില്ലേ കടിയങ്ങാടൻ? ഒരിക്കലുമില്ല. ഇതൊരു പാവ സിനിമാറ്റിക് ഡാൻസറാണ്. മുപ്പർ വേദികളിലൊക്കെ നമ്മളെ മണ്ണെണ്ണൊക്കെ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ തുപ്പും, എന്നിട്ട് മുന്നിൽ തീപ്പന്തം വെക്കും. അപ്പോൾ തീയൊക്കെ ഇങ്ങനെ ആളിക്കത്തും. അങ്ങനെ ഒരു ദിവസം റേഷൻ ഷാപ്പ് അവധിയായിട്ട് മണ്ണെണ്ണ കിട്ടാണ്ട് പെട്രോൾ ഉപയോഗിച്ച് കളിച്ച് അങ്ങനെ പന്തത്തിൻ്റെ മുകളിൽ നിന്ന് തീയും പന്തവും ഒക്കെ കൂടെ വയറ്റിലേക്ക് ഇറങ്ങിപ്പോയി 80% പൊള്ളി ഇപ്പം വെല്ലൂർ മെഡിക്കൽ കോളേജിൽ കിടക്കുക. പാവം കടിയങ്ങാടൻ ജീവൻ നഷ്ടപ്പെടാത്ത, ആത്മാവ് വേർപെടാത്ത ഒരു വ്യക്തിയുടെ പേരിൽ എങ്ങനെ അവാർഡ് കൊടുക്കും? ഒരു കാര്യം ചെയ്യാം, നിങ്ങളെ പേര് കൊടുക്കാം. മൈക്കിൾ ജോൺസന്റെ പേരിൽ തന്നെ കൊടുക്കാം. പക്ഷേ അതാർക്ക് കൊടുക്കും? നമ്മൾ കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഈ രാജ്യത്തെ വികസന മാന്താവിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന പാലങ്ങളും എയർപോർട്ടുകളും നമുക്ക് രാജ്യത്തിന് വേണ്ട വികസനങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യസ്നേഹിയായിട്ടുള്ള രാംദാസ് കോൺട്രാക്ടർക്കാണ് നമ്മുടെ ഈ വർഷത്തെ അവാർഡ്. എന്താണ് നിങ്ങൾ ഈ അവാർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എല്ലാം നമ്മൾ ഈ അവാർഡ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? സമ്പൂർണ്ണ അവാർഡ് ഗ്രാമം. അതാ സാർ, സമ്പൂർണ്ണ അവാർഡ് ഗ്രാമമാണ് സാർ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ അവാർഡ് കിട്ടാത്ത ഒരാളും ഈ ഗ്രാമത്തിൽ ഉണ്ടാവരുത്. അതെ. എനിക്കെന്താണോ പ്രത്യേകത? സാറാണല്ലോ ഈ നാട്ടിലെ പാലങ്ങളും അംഗനവാടിയും ആശുപത്രിയും പോലീസ് സ്റ്റേഷനും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങളുടെ ഫിലിം സൊസൈറ്റിയുടെ ഈ വർഷത്തെ അവാർഡ് താങ്കൾക്ക് തരാൻ ഞങ്ങൾ തീരുമാനിച്ചു. അതൊക്കെ അർഹതപ്പെട്ടവർക്കല്ലേ കൊടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ സാറിന് നമ്മുടെ ഈ അവാർഡ് നൈറ്റിന്റെ മെയിൻ സ്പോൺസർ ആയിക്കൂടെ? അതുകൊണ്ട് എനിക്കെന്താ നേട്ടം? സാറിന്റെ ഫോട്ടോ ഫ്ലെക്സിലടിച്ച് അങ്ങാടി മുഴുവൻ ഞങ്ങൾ തൂക്കും. നിങ്ങളുടെ ഈ സൊസൈറ്റി ഗവൺമെന്റ് അംഗീകൃതമാണോ? പോക, എനിക്ക് വായനശാലയുടെ മീറ്റിംഗ് ഉണ്ട്, പെട്ടെന്ന് പോവാ. നിങ്ങളെ വായനശാലയിലെ മീറ്റിങ്ങുകളോട് ഞാൻ പറഞ്ഞില്ലല്ലോ രജിസ്ട്രേഷൻ പോയി റെഡിയാക്കണം 500 രൂപ വാങ്ങിയിട്ട് ജനശതാബ്ദിക്ക് തിരുവനന്തപുരത്ത് പോകണമെന്ന് പറഞ്ഞിട്ട്. എടോ, തൻ്റെ ഈ ഓഞ്ഞ 500 രൂപ എന്തിന് തികയും? ഹലോ, വളരെ തിരക്കുള്ള സമയമാണ്. പ്ലീസ് ക്ലിയർ ദിസ് പ്ലേസ്. എന്താ പറഞ്ഞത്? ഇറങ്ങി പോടാ തണ്ടീന്ന്. കുറച്ചുകൂടി മാന്യമായിട്ട് സംസാരിക്കണം. എണീക്കടോ, എണീക്കടോ. വാട്ട് ആൻ ഇഡിയറ്റ് ഫെലോ യു. അത് ശരി, കോട്ടും സൂട്ടും ഇട്ട നീരാളി അടിസ്ഥാന വർഗ്ഗങ്ങളെ കാണുമ്പോൾ നിനക്ക് പുച്ഛമാണല്ലേ? പുച്ഛം. എടോ, തന്നെ ഞാൻ വിടില്ല, പത്രപ്രവർത്തകനാണ് ഞാൻ, മനസ്സിലായോ? തന്നെ ഞാൻ വിടില്ല. സുരേഷാണല്ലോ. എടാ സുരേഷാ, നിങ്ങളെവിടെയുള്ള ഇപ്പോൾ? ഞാളിവിടെ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് ഇപ്പോൾ ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഞാൻ എത്ര നേരമായി നിങ്ങളെ വിളിക്കുന്നത്? അല്ലടാ, എൻ്റെ മറ്റേ ചെറുവെന്തായി സുരേഷ് ഗോപി എന്താ നടക്കും എൻ്റെ കേസ്? ഓൻ്റെ അടുത്ത് ഇപ്പോൾ പൈസ ഇല്ലാന്ന് പറഞ്ഞത്. ഓൻ നമ്മളെ പരിപാടി കഴിഞ്ഞിട്ട് തരാമെന്ന്. ഓൻ്റെ അടുത്ത് ഇപ്പോൾ എന്തോ 500 രൂപ എങ്ങനെ ഉള്ളൂ. 500 അത് ഇനി ഗൂഗിൾ പേ ചെയ്യാൻ പറ. ആരെ അക്കൗണ്ടിലേക്ക്? എൻ്റെ അക്കൗണ്ടിലേക്ക്. പിന്നെ നിങ്ങളെ വാട്സപ്പിലേക്ക് ഞാനൊരു നമ്പർ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ നോക്കാം കുറച്ച് കഴിഞ്ഞിട്ട്. എന്താ സംഗതി പറ. നിങ്ങൾ അത്യാവശ്യമായിട്ട് ആ നമ്പറിലേക്ക് വിളിച്ചിട്ട് ആളെ പോയി കാണണം. ആരാ? മൂപ്പരെ പേര് ജബ്ബാർ എന്നാ.
ജബ്ബാർ ജബ്ബാർ. ഞാൻ പോയി കാണുന്ന ഓക്കെ. ആരാണ്? സുരേഷാ വിളിച്ചത്. ഏതോ ഒരു ജബ്ബാറിനെ പോയി കാണേ. ജബ്ബാർ ജബ്ബാർ പോവുക. പോവാ.